ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പ്രതി പിടിയിലായി. പ്രതിയെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. പ്രതി ഷാരൂഖ് ഖാനെയും ലക്ഷ്യമിട്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടനെ ICUവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഈ പ്രതിയുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ, അതായത് എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം? കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ കുത്തി എന്നാണ് നേരത്തെ കേട്ടിരുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, മുറിവിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ കൊലപ്പെടുത്താനാണോ കുത്തിയത് എന്ന കാര്യത്തിൽ പോലീസിനൊരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ കൊലപ്പെടുത്താനായിരുന്നെങ്കിൽ വയറിലേക്കും നെഞ്ചിലേക്കും മറ്റുമൊക്കെ ആയിരുന്നു കത്തി കൊണ്ട് കുത്തേണ്ടിയിരുന്നത് എന്നതായിരുന്നു പ്രാഥമിക പോലീസിന് മനസ്സിലായിരുന്ന കാര്യം. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ചെയ്തതാവാനുള്ള സാധ്യതയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഏതായാലും പ്രതി ഇപ്പോൾ ഉള്ളത് ബാന്ദ്രയിലെ ഈ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. DCP അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യലിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങിയത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഏതായാലും ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലെ അതേ ആൾ തന്നെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. മെലിഞ്ഞ ശരീരമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖവും ആ CCTV ദൃശ്യത്തോട് സാദൃശ്യം ഉള്ളത് തന്നെയാണ്. ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, എന്തായിരുന്നു മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ലക്ഷ്യം എന്തായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് തന്നെ ചോദിച്ച് അറിയേണ്ടതുണ്ട്. ഇന്നലെ പോലീസിന് നൽകിയ മൊഴി പ്രകാരം ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷിയായി ഉണ്ടായിരുന്ന ഈ പ്രതിയിൽ നിന്ന് കുത്തേറ്റ് വാങ്ങിയ നഴ്സായ എലിയമ്മ പറഞ്ഞതടക്കമുള്ള മൊഴികൾ പരിശോധിക്കുമ്പോൾ ഇയാൾ ഒരു മോഷണത്തിനായാണ് എത്തിയത്. തനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പണമെന്ന് പറഞ്ഞു. എത്ര വേണം എന്ന് പറഞ്ഞപ്പോൾ 1 കോടി എന്നതായിരുന്നു അയാളുടെ മറുപടി എന്നതൊക്കെയാണ് എലിയമ്മയുടെ മൊഴി. അതൊക്കെ പോലീസ് ഇപ്പോൾ ഇയാളുമായി ചോദ്യം ചെയ്ത് വെരിഫൈ ചെയ്യുകയാണ്. ഒപ്പം ഉള്ളിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം, സാധാരണഗതിയിൽ ഇത്തരത്തിൽ സുരക്ഷയുള്ളൊരിടത്ത് ഇയാൾക്ക് ഇങ്ങനെ വലിച്ചു കയറാൻ കഴിഞ്ഞത് എങ്ങനെ എന്ന കാര്യമാണ് സ്വാഭാവികം എല്ലാവർക്കും തോന്നുന്ന ചോദ്യം. അതിനുള്ളിൽ നിന്ന് ഏതെങ്കിലും സഹായം കിട്ടിയോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നിർണായകമായി മാറുന്നത്. ഒപ്പം തന്നെ ഇയാൾ ഷാറൂഖ് ഖാന്റെ വീടിന് മുന്നിലും പരിശോധനയ്ക്ക് എത്തി നിരീക്ഷണം നടത്തി എന്നുള്ള വിവരം കൂടി പോലീസിന് കിട്ടുന്നുണ്ട്. 14-ാം തീയതിയാണ് ഇയാളുടെ അതേ രൂപസാദൃശ്യമുള്ള ഒരാളെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞത്. മന്നത്തിനടുത്തുള്ള, അതായത് ഷാറൂഖ് ഖാന്റെ വസതിക്ക് അടുത്തുള്ള ഒരു മതിലിൽ ഏണി ചാരി വെച്ച് പരിശോധന നടത്തുന്നതൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ ആ കാര്യം കൂടി വരും. അതേസമയം സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില സംബന്ധിച്ച് പ്രതീക്ഷ നിർഭരമായ വിവരങ്ങളാണ് വരുന്നത്. അദ്ദേഹത്തെ ICUവിൽ നിന്ന് മാറ്റി ഒരു നിരീക്ഷണ മുറിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവിടെ സന്ദർശകരെയൊക്കെ തന്നെ വിലക്കിയിട്ടുണ്ട്. കാരണം അണുബാധയടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ നട്ടലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതുകൊണ്ട് മൂവ്മെൻ്റ് ഒക്കെ തന്നെ ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്തു എന്നതാണ് ആശുപത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ഏതായാലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെ വേണ്ടിവരും എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ പോലും അദ്ദേഹം ഗുരുതരാവസ്ഥ മറികടന്നു എന്നത് ആശ്വാസകരമാണ്. വിജയകുമാർ. മുംബൈ ലീലാവതി ആശുപത്രിയിലാണ് താരം ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തെ ICUവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ മറ്റ് താരങ്ങളെയും ലക്ഷ്യമിട്ടു എന്നുകൂടി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് അന്വേഷണ സംഘം. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.